പി ജയചന്ദ്രൻ്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് അല്പനിമിഷങ്ങൾക്കകം ഈ അദ്ദേഹത്തിൻ്റെ പൂങ്കുന്നത്തെ വസതിയിലേക്ക് കടക്കുകയാണ്. തോട്ടക്കാട്ട് ലൈനിലുള്ള വീട്ടിലാണ് അദ്ദേഹം. ഇപ്പോൾ സൂരജ് സജി നമുക്കൊപ്പം ശരിയാണ്. സൂരജ് സജി, ഒരുപക്ഷെ ഒരു മഹാഗായകൻ്റെ വിലാപയാത്ര ആയിട്ട് പോലും നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. ശബ്ദ സൗകുമാര്യം കൊണ്ട് മലയാളത്തെ അമ്പരപ്പിച്ച മഹാഗായകൻ്റെ വിടപറച്ചിലിന് സാക്ഷിയാവുകയാണ് പൂങ്കുന്നം. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും മലയാളക്കര ഒന്നാകെ ഒരു വിടവാങ്ങലിന്റെ നിമിഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം പോലും ഈ ജയചന്ദ്രനുമായി സംസാരിച്ച ആളുകളുണ്ട്. ദിവസങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പാട്ട് ചർച്ചകളിലടക്കം പങ്കാളികളായ ആളുകളുണ്ട്. അവർക്ക് നടുവിലേക്കാണ് ഇപ്പോൾ ജയചന്ദ്രൻ്റെ ചേതനയേറ്റ ശരീരം എത്തുന്നത്. ഒരിക്കലും നിലച്ചിരിക്കാത്ത സമയത്തുള്ള ഒരു വിടവാങ്ങൽ, അതിൻ്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഈ പൂങ്കുന്നമുള്ളത്. പ്രത്യേകിച്ച് ഈ വൈകുന്നേരങ്ങളിലെല്ലാം തന്നെ ദേശത്തുകൂടി നടക്കാനിറങ്ങും. അങ്ങനെ ആളുകളുമായി എല്ലാം തന്നെ നല്ല ബന്ധമുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ഈ ഗായകനാണെന്നോ അല്ലെങ്കിൽ ഈ ഭാവഗായകനാണെന്ന ഇതിൻ്റെ ഒരു ഇതുമില്ലാതെ, ആഡംബരങ്ങളൊന്നുമില്ലാതെ സാധാരണക്കാരോട് ഇടപഴകിയിരുന്ന ഒരു വ്യക്തിത്വം. ഓക്കെ, എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പൂങ്കുന്നത്തെ വസതിക്ക് മുന്നിൽ നിന്ന്. വിജയകുമാർ, അദ്ദേഹത്തെ ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. ജയരാജ് വാര്യരെ പോലെ കുറേ ആളുകൾ അവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഈ അദ്ദേഹം ഒരുപാട് പാടി തിമിർത്ത ഈ അതേ വസതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം കടക്കുകയാണിപ്പോൾ. പറയൂ. ആ വാഹനം, ആ ആംബുലൻസ് ഈ പൂങ്കുന്നത്തെ വീടിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആരാധകരുടെ, സുഹൃത്തുക്കളുടെ, ശിഷ്യന്മാരുടെയൊക്കെ ഇടയിലൂടെ അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം ഇതാ ഈ പൂങ്കുന്നത്തെ വസതിയുടെ മുന്നിലേക്ക് എത്തുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെയും, നേരത്തെ സൂരജ് പറഞ്ഞതുപോലെ ഇന്നലെ ഉച്ചയ്ക്കൊക്കെ അദ്ദേഹത്തിൻ്റെ പല പ്രിയപ്പെട്ടവരോടും നാട്ടുകാരോടൊക്കെ ഫോണിൽ സംസാരിക്കുകയും വീട്ടിൽ ചെന്നവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഇന്നലെ വരെ അദ്ദേഹം ആ മട്ടിൽ സജീവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത ഏറെക്കുറെ അപ്രതീക്ഷിതമാണ്. അദ്ദേഹത്തിന് 80 വയസ്സുണ്ട്, രോഗബാധയൊക്കെ ഉണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഇത്ര വേഗത്തിൽ നമ്മളിൽ നിന്ന് വിട്ടുപിരിയും എന്ന് ആരും കരുതിയിരുന്നില്ല. ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത തികച്ചും അപ്രതീക്ഷിതമാണ്. അതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും ഈ നാട്ടുകാർക്കുണ്ട്. അവരത് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തിയതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ബന്ധുക്കളും ഏറെ അടുപ്പമുള്ളവർക്കും വേണ്ടി മാത്രം ക്രമീകരിച്ചിരിക്കുന്ന ഒരു പൊതുദർശനമാണ്. തൃശ്ശൂർ പൗരാവലി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നത് സംഗീത നാടക അക്കാദമി ഹാളിൽ വെച്ച് ഏതാണ്ട് 11 മണിയോടെ ആയിരിക്കും. അവിടെയാണ് പ്രധാനപ്പെട്ട ആളുകളൊക്കെ എത്തുന്നത്. അമല ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ഏറെ അടുപ്പമുള്ള ചിലരും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി ഇവിടേക്ക് കൊണ്ടുവരികയാണ്. ഈ നാട്ടിൽ ഈ വീട്ടിൽ അദ്ദേഹം എത്തുന്ന സമയത്തൊക്കെ ഇവിടെ ധാരാളം ആളുകൾ അദ്ദേഹത്തെ കാണാൻ, ഈ പരിസരത്തൊക്കെയുള്ള ധാരാളം ആളുകൾ അദ്ദേഹത്തെ കാണാനായി എത്തുമായിരുന്നു. അദ്ദേഹവുമായി സംസാരിക്കാനും അദ്ദേഹത്തെ പാട്ട് ഓർമ്മകളൊക്കെ പങ്കുവെക്കാനും ഒക്കെ ഇവിടെ ധാരാളം ആളുകൾ എത്തുമായിരുന്നു. അവരിൽ ഒരാളായി തന്നെയാണ് ജയചന്ദ്രൻ അവരോടൊക്കെ ആ ഘട്ടത്തിലൊക്കെ സംസാരിക്കുകയും ചെയ്യാറുള്ളത്. ഒരു ഗായകൻ എന്ന നിലയിലേക്കൊന്നും ആയിരുന്നില്ല. അവരിൽ ഒരാളായാണ് എപ്പോഴും അദ്ദേഹം അവരോടൊക്കെ ഇടപഴകാറുള്ളത്. ആ മട്ടിൽ എല്ലാവർക്കും നല്ല ഓർമ്മകൾ മാത്രമേ ആ മഹാനായ ഗായകനെ പറ്റിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനുഷ്യൻ എന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹത്തെ ഈ നാട്ടിലുള്ള എല്ലാവരും കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. എല്ലാ സമയത്തും ഏതൊരാളോടും ഏതെങ്കിലും ഒരു അകലവുമില്ലാതെ ഇടപഴകാൻ എപ്പോഴും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരാളായിരുന്നു ജയേട്ടൻ. അതുകൊണ്ട് അവരുടെ പ്രിയപ്പെട്ട ജയേട്ടൻ അവരെ വിട്ടുപിരിയുന്നതിൻ്റെ ഒരു വലിയ ആഘാതം, അപ്രതീക്ഷിതമായെത്തിയ ആ വിയോഗ വാർത്തയുടെ ആഘാതം ഇപ്പോഴും കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല നാട്ടുകാർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ചികിത്സയിൽ തുടരുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം അത്ര ഗുരുതരാവസ്ഥയിലായിരുന്നു. വിയോഗം ഉടൻ ഉണ്ടാകുമെന്നൊന്നും ആരും കരുതിയിരുന്നതേയില്ല. അത് ആ ഒരു ഞെട്ടൽ എല്ലാവർക്കും, ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒരു ഷോക്ക് അതിലുണ്ട്. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് അവർ മുക്തരായിട്ടുമില്ല. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ മൃതദേഹം ശരീരം, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ ഈ വീട്ടിനകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തയ്യാറെടുക്കുകയാണ്. അവരുടെ പ്രിയപ്പെട്ടവർക്ക് മാത്രമായി കുറച്ച് സമയം ആ മൃതദേഹം വീടിനുള്ളിൽ സൂക്ഷിക്കും. അതിനുശേഷമായിരിക്കും സംഗീത നാടക അക്കാദമി ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകുക. തൃശ്ശൂരിലെ പൗരാവലി ഒരു പക്ഷേ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയായിരിക്കും അത്. അവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തും ധാരാളം ആളുകൾ. നഗരത്തിൽ ഇപ്പോൾ തന്നെ
പ്രിയപ്പെട്ട ജയേട്ടനെ കാണാനായി കാത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും അവസാനമായി അദ്ദേഹത്തെ കാണുന്നതിന് അവസരമൊരുക്കും എന്ന് തൃശ്ശൂർ പൗരാവലി അറിയിച്ചിട്ടുണ്ട്. അല്ലെ കോർപ്പറേഷൻ ഉൾപ്പെടെ അതിനുവേണ്ട ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജനപ്രതിനിധികളും ഒക്കെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമൊക്കെ അവിടെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഇവിടെയും അദ്ദേഹത്തിൻ്റെതാണ്ട് ഒരു 6 പതിറ്റാണ്ടായി കലാരംഗത്ത് സംഗീത രംഗത്ത് അദ്ദേഹം സജീവമായുണ്ട്. അദ്ദേഹത്തെ 6 പതിറ്റാണ്ട് കാലത്തെ സംഗീത ബന്ധം എന്നതിനപ്പുറത്തേക്ക് ഈ നാടുമായി അദ്ദേഹത്തിന് ഒരു വൈകാരികമായ അടുപ്പമുണ്ട്. ഒരു തൃശ്ശൂർക്കാരനായി, ഒരു പൂങ്കുന്നത്തുകാരനായി അദ്ദേഹം എന്നേ മാറിക്കഴിഞ്ഞു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ എത്തിയാൽ അദ്ദേഹം ഒരു അയൽക്കാരനാണ്, ഒരു നാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളായിരിക്കില്ല ആ സമയത്ത് അദ്ദേഹം പാടുന്നത് റഫിയുടെയും സുശീലാമ്മയുടെയും ഒക്കെ പാട്ടുകളാണ്. അങ്ങനെ റഫിയുടെയും സുശീലാമ്മയുടെയും പാട്ടുകൾ പാടുന്നതാണ് അദ്ദേഹത്തിന് സ്വന്തം പാട്ടുകൾ പാടുന്നതിനേക്കാൾ സന്തോഷമായി തോന്നാറുള്ളതെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുകയായിരുന്നു. അദ്ദേഹത്തിന് എപ്പോഴും അത് വലിയ സന്തോഷം, ഒരു ആത്മസംതൃപ്തിയും നൽകുമായിരുന്നു അത്തരം പാട്ടുകൾ പാടുന്നത്. ഇപ്പോൾ രാവിലെ ഈ നാട്ടിൽ ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹം പറയുകയാണ്, ജയേട്ടൻ്റെ പഴയ പാട്ടുകളെ പറ്റി അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്നത് റഫിയുടെയും കിഷോർ കുമാറിൻ്റെയും ഒക്കെ പാട്ടുകളെ പറ്റിയാണ്, അല്ലെങ്കിൽ സുശീലാമ്മയുടെ ഒക്കെ പാട്ടുകളെ പറ്റിയാണ് അദ്ദേഹം തിരികെ അവരോട് സംസാരിക്കാറുള്ളത് എന്ന് പറയുകയായിരുന്നു. അപ്പോൾ ആ നിലയിൽ അദ്ദേഹത്തിന് വലിയ ബന്ധം, വലിയ അടുപ്പമുള്ള ഒരു ജനസമൂഹത്തിനിടയിൽ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ അന്തിമോപചാരം ായി കാത്തു നിൽക്കുന്നവരുടെ ഇടയിൽ കൂടിയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ വീടിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ബന്ധുക്കൾക്ക് മാത്രമായി കുറച്ച് സമയം അനുവദിക്കേണ്ടതുണ്ട്. അതിന് കാത്തു നിൽക്കുകയാണ് ബന്ധുക്കളും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും. അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ കുറച്ച് സമയം അനുവദിക്കും. അതിനുശേഷമായിരിക്കും ഇവിടെ സംഗീത നാടക അക്കാദമി ഹാളിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത്. അവിടെയാണ് തൃശ്ശൂരിലെ പൗരാവലി പ്രിയപ്പെട്ട ഭാവഗായകന് അവസാനമായി വിട നൽകുന്നത്. വലിയ തിരക്കുണ്ട് ഇവിടെ. എല്ലാവർക്കും ഒരുമിച്ച് ആ വീടിനുള്ളിലേക്ക് കടക്കാനൊന്നും കഴിയാത്തത് കൊണ്ട് വളരെ അടുപ്പമുള്ളവർക്ക് വേണ്ടി മാത്രമായി ആ ചടങ്ങ് പരിമിതപ്പെടുത്തുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ വീടിന് പുറത്ത്, പൊങ്കുന്നത്തെ വീടിന് പുറത്ത്, അങ്ങനെ ആ വീടിന് പുറത്തേക്ക് അവരുടെ ഇവിടെ കൂടി നിൽക്കുന്ന ആളുകളുടെ നീണ്ട നിര ഇപ്പോൾ നീങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ എല്ലാവർക്കും, മുഴുവൻ ആളുകൾക്കും ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ ഒരു പക്ഷേ അവസരമുണ്ടാകും എന്ന് തോന്നുന്നില്ല. കൂടുതൽ ആളുകളും പൂങ്കുന്നത്ത് നിന്നും അവിടേക്കായിരിക്കും വരിക. തൃശ്ശൂരിലെ സംഗീത നാടക അക്കാദമി ഹാളിലേക്കായിരിക്കും അവരൊക്കെ എത്തുന്നത്. മുഴുവൻ ആളുകൾക്കും ഇവിടെ വന്ന് അവസാനമായി അവരുടെ പ്രിയപ്പെട്ട ഗായകനെ കാണാൻ അവസരമൊരുങ്ങും എന്ന് തോന്നുന്നില്ല. അതിന് അവസരമൊരുക്കുന്നത് ഒരുപക്ഷെ തൃശ്ശൂരിലെ പൗരാവലി അല്ലെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക ലോകം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നത് സംഗീത നാടക അക്കാദമി ഹാളിൽ വെച്ചായിരിക്കും. അവിടെ അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഈ വസതിയിലേക്ക്, പൂങ്കുന്നത്തെ വസതിയിലേക്ക് വീണ്ടും എത്തിക്കും. നാളെ രാവിലെയാണ് ഇവിടെ നിന്ന് സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം കൊണ്ടുപോകുന്നത്. ഞാൻ ഈ നിൽക്കുന്ന പൂങ്കുന്നത്ത് ഈ വീടിനോട് ചേർന്ന് ഉള്ള ആളുകൾക്കും ഈ നാട്ടുകാർക്കുമൊക്കെ അദ്ദേഹത്തെ പറ്റി വളരെ സൗമ്യമായ ആർദ്രമായ ഓർമ്മകളാണ് SKN ഉള്ളത്. അവരത് പങ്കുവെക്കുമ്പോൾ തന്നെ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണ് ഈറനണിയുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഒരു ഗായകൻ എന്നതിനപ്പുറത്ത് ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല കലാകാരൻ, ഒരു നല്ല അയൽക്കാരൻ, അങ്ങനെ പല തരത്തിലാണ് ജയചന്ദ്രൻ എന്ന ഗായകൻ, കലാകാരൻ ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിയുന്നത്. ഒരുപക്ഷെ മലയാളിയുടെ ഒരു സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമായി 6 പതിറ്റാണ്ടായി ജയചന്ദ്രൻ എന്ന ഭാവഗായകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാത്ത ഒരു ദിവസം ഒരു ശരാശരി മലയാളിക്ക് ഉണ്ടാവില്ല. ഒരുപക്ഷെ നമ്മൾ അതത്ര ആലോചിക്കുന്നുണ്ടാവില്ല. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാത്ത ഒരു ദിവസവും ഉണ്ടാകില്ല. അങ്ങനെ ഏതാണ്ട് വലിയ അടുപ്പം വ്യക്തിപരമായി മുഴുവൻ ആളുകളോടും ഈ നാട്ടുകാരോട് മുഴുവൻ ഉണ്ടായിരുന്ന ഒരു ഗായകൻ, ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം. ആ നിലയ്ക്കാണ് അദ്ദേഹത്തെ ഈ നാട്ടിലെ പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ആരാധകരും ഒക്കെ ഓർക്കുന്നത്. ഇപ്പോൾ വീടിൻ്റെ ഉമ്മറത്ത് മൃതദേഹം പൊതുദർശനത്തിന് വെക്കുകയാണ്. അന്തിമോപചാരം അർപ്പിക്കാൻ ബന്ധുക്കൾക്ക് മാത്രമായി കുറച്ച് സമയം. SKN. ഓക്കെ, മലയാളികളുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ നമുക്ക് സമ്മാനിച്ചത് 16,000-ലധികം പാട്ടുകളാണ്. ഈ മനോഹര ഗാനങ്ങളൊക്കെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഉണ്ടാകും. കാരണം അദ്ദേഹം പാടിയ മിക്ക പാട്ടുകളും ഹിറ്റാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷകളിലും പാടാൻ അവസരം കിട്ടുകയും ഈ പാടിയ പാട്ടുകളൊക്കെ തന്നെ അവിടെ ഏറ്റവും ഖ്യാതി നേടുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പൂങ്കുന്നത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വസതിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. തൃശ്ശൂർ നഗരത്തിലുള്ളപ്പോൾ
ചിലപ്പോഴൊക്കെ തന്നെ അദ്ദേഹം ഈ പൂങ്കുന്നത്തെ വീട്ടിൽ ഉണ്ടാവുക പതിവാണ്. ഒരുപക്ഷെ ഈ വീടിനെ അദ്ദേഹം അത്രയധികം സ്നേഹിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇന്നലെ വൈകുന്നേരം കൂടി അദ്ദേഹത്തോട് സംസാരിച്ച ആൾക്കാർ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം എത്ര സജീവ സാന്നിധ്യമായിരുന്നു പൂങ്കുന്നത്തെ ആളുകൾക്കിടയിൽ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇന്നലെ രാത്രി 7:45 സമയത്താണ് അദ്ദേഹത്തിനെ കുഴഞ്ഞു വീണതിന് ശേഷം തൃശ്ശൂർ അമല ആശുപത്രിയിൽ എത്തിക്കുന്നതും പിന്നീട് മരണത്തിന് അദ്ദേഹം കീഴടങ്ങുന്നതും. സൂരജ് സജി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സൂരജ് സജി, അവിടെ വലിയൊരു ജനക്കൂട്ടം അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകാൻ തടിച്ചു കൂടിയിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ മകനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പറയൂ വിവരങ്ങൾ. വലിയൊരു ജനസാഗരം തന്നെയാണ് അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി പുലർച്ചെ മുതൽ എത്തിയ ആളുകളുണ്ട്. അത് ജില്ലയ്ക്ക് പുറത്തു നിന്നാകട്ടെ, സംസ്ഥാനത്തിന് പുറത്തു നിന്ന് പോലും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പൂങ്കുന്നത്തെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു പി ജയചന്ദ്രൻ. അദ്ദേഹം അത്തരത്തിലാണ് ആളുകളോടെല്ലാം ഇടപഴകിയിരുന്നതും എല്ലാം തന്നെ അത്തരത്തിലായിരുന്നു. ഇന്നലെ പോലും അദ്ദേഹം ഉച്ചയ്ക്ക് പലരുമായി ഫോണിൽ സംസാരിക്കുകയും സുഹൃത്തുക്കളുമായി സംസാരിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു എന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ. അതായത് ചേരുന്നു വിജയകുമാർ, ഒരു ഏകാന്തപതിയൻ ഞാൻ എന്ന് പാടിയ മഹാഗായകൻ ഒരുപക്ഷെ ചേതനിട്ട ശരീരമായി പൂങ്കുന്നത്തെ വസതിയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തെ ഉള്ളറിഞ്ഞ് സ്നേഹിച്ച ഒരുപാട് മനുഷ്യർ ഈ മൃതദേഹത്തിന് ചുറ്റുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ പൂങ്കുന്നത്തെ വസതിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ? ഒരുങ്ങുമോ എന്നറിയില്ല. കാരണം വലിയ തിരക്കുണ്ട്. അങ്ങനെ ഒരു വലിയ ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സൗകര്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സംഗീത നാടക അക്കാദമി ഹാളിലേക്ക് പൊതുദർശനം മാറ്റിയത്. ഇത് തികച്ചും സ്വകാര്യമായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, ഏറ്റവും അടുപ്പമുള്ള ബന്ധുക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കൾക്ക് മാത്രമായി കുറച്ചു സമയം എന്ന നിലയിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. പോലീസ് അത് പ്രത്യേകം ഇവിടെ എത്തിയ ആളുകളോട് പറയുന്നുണ്ട്. എല്ലാവരും കൂടി തിക്കി അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ആ വീടിനുള്ളിലേക്ക് പോയാൽ അവരുടെ സ്വകാര്യ ആ കുടുംബത്തിന്റെ ഒരു വളരെ സ്വകാര്യമായ അവരുടെ കുറച്ചു സമയം അവർക്ക് മാത്രമായി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം കിട്ടണം. അത് ആ നിലയിൽ അത് ക്രമീകരിച്ചതാണ്. പക്ഷെ അത് അങ്ങനെ നടക്കും എന്ന് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ വലിയ തിരക്കുണ്ട്. നമ്മൾ ഈ നിൽക്കുന്ന വീടിന്റെ മുറ്റവും കടന്ന് റോഡിലേക്ക് ജനക്കൂട്ടം അല്ലെങ്കിൽ ആ തിരക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ കാത്തു നിൽക്കുന്നവരാണ് ഇവരിൽ അധികം ആളുകളും. അതുകൊണ്ട് അവർക്ക് പ്രിയപ്പെട്ട ഗായകനെ അവസാനമായി ഒന്ന് കാണാൻ വീട്ടിനുള്ളിൽ വെച്ച് പറ്റുമോ എന്നറിയില്ല. ഒരുപക്ഷെ അതിന് അവസരം ഒരുങ്ങുക ഈ സംഗീത നാടക അക്കാദമി ഹാളിൽ വെച്ചായിരിക്കും. അതിന് ആ നിലയിൽ സഹകരിക്കണമെന്ന് നേരത്തെ തന്നെ പോലീസും ഈ കുടുംബാംഗങ്ങളും ഒക്കെ അറിയിച്ചിരുന്നു. എങ്കിലും ഈ അയൽപക്കത്തും ഈ പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഉള്ളവർ നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെ കാണാൻ കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ അതിൽ എത്ര പേർക്കത് ഈ ഘട്ടത്തിൽ സാധ്യമാകുമെന്നറിയില്ല. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ട ബന്ധുക്കളും അടങ്ങുന്ന ഒരു ചെറിയ കൂട്ടം ആളുകൾക്ക് വേണ്ടി മാത്രമായി ഈ ചടങ്ങ് പരിമിതപ്പെടുത്തണമെന്ന് നേരത്തെ ആലോചനയിലുണ്ടായിരുന്നു.